5 മണിക്കാണ് തുറക്കാൻ തീരുമാനം ഇരിക്കുന്നത്. 5 മണി 5 മണി തൊട്ട് ചിലപ്പോൾ ആ മുട്ട തീരുന്നു വരാം. ചിലപ്പോൾ 1 മണി 12 മണി വരെ ഉണ്ടാവും. അതെല്ലാം മുട്ട വേഗം തീരാനെങ്കിൽ ചിലപ്പോൾ 11 മണി അവസാനിക്കും. ഇതിപ്പോൾ നല്ല തിരക്കായിരിക്കും ഇപ്പോൾ തുറന്നു ഇപ്പോൾ എവിടെ നിന്നൊക്കെ വരും? അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പറഞ്ഞ് കോഴിക്കോട്, മലപ്പുറം, പിന്നെ ആലപ്പുഴ, കൊടുങ്ങല്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് ഇതിലേ പോകുമ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് കുറേ പേര് അങ്ങനെ കഴിക്കുന്നു പോകും. പിന്നെ ഇതറിഞ്ഞിട്ട് ഫാമിലി അടക്കം വരും. പിള്ളേരും കുട്ടികളും അച്ഛനും അമ്മയും കൂടി ഒരു ഫാമിലി വരുന്നുണ്ട്. അത് ഒരു പ്രത്യേക ഇതാണ്. ഇതൊരു ഇവിടുത്തെ ഫേമസ് ഐറ്റമാണിത്. ഫേമസ് ഐറ്റമാണത് തീർച്ചയായിട്ടും. അതിനൊരു നമ്പർ ഐറ്റമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഇത് അറിഞ്ഞ് എത്തുമ്പോൾ തന്നെ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട് അവർ കഴിച്ച് ചിലർ ഇവിടെ തുറക്കാൻ താമസിക്കുമ്പോൾ വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് വീടോടെ അടുത്താണ് കിഴക്കോസുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാം കസേര കെട്ടി തിരിഞ്ഞിട്ട് പുള്ളിയെ കുറിച്ച് അത് സന്തോഷമായിട്ട് പോകാൻ വേണ്ടി ഞങ്ങളോട് ആറ്റ പറഞ്ഞു പോകണം. അത്ര അടിപൊളി ഐറ്റം ആണെന്ന് അല്ല ഐറ്റം എന്ന് പറഞ്ഞു ഞങ്ങളോട് ആറ്റ പറഞ്ഞു പോകണം. അങ്ങനെ ഒരു ഇതാണ്. അതൊരു ഭാഗ്യം കിട്ടി. ഒരു ഭാഗ്യം. ഒരു നമുക്കൊരു ഇത് നമ്മളെ ഒരു സന്തോഷം, ഒരു പുള്ളിക്കൊരു അഭിവൃദ്ധിയും കിട്ടാനുള്ള ഒരു ചാൻസ് പുള്ളിക്ക് കിട്ടി. അതൊരു ദൈവാധീനമായിട്ട് വൈദ്യരുടെ വീട് ഈ കടയുടെ അടുത്ത് തന്നെയാണ്. കിഴക്കോട്ട് കുറച്ച് പോയാൽ മതി. ഇപ്പോൾ അവിടെ ശരിയാക്കേണ്ട അവസാനം ചമ്മന്തി ശരിയാക്കണം. പിന്നെ മുട്ട കൊണ്ട് കളയണം. 3-4 സൈസ് മുട്ട ഉണ്ടല്ലോ. എത്ര സൈസ് മുട്ട വേണോ അപ്പോൾ ഇവിടെ? 4 സൈസ് ഉണ്ട്. 4 സൈസ് മുട്ട ഉണ്ട്. കാടമുട്ട ഉണ്ട്, പിന്നെ താറാൻ മുട്ട, കരിങ്കോഴി, പിന്നെ സാധാരണ ഈ മുട്ട ഈ കോഴിയുടെ തന്നെ പിന്നെ കരിങ്കോഴി മുട്ട. തൈര് മുട്ട തൈര് മുട്ടയൊക്കെ തീരും സത്യം. അപ്പോൾ ഒരു ദിവസം എത്ര മുട്ട കൊണ്ടുവരും അപ്പോൾ ഇവിടെ? 800 മുട്ട ഒരു ദിവസം? ഈ എല്ലാ ഐറ്റവും ഇവിടെ നാടൻ താറാവ് പുത്തമ്പേരിക്കുക എന്നൊരു സ്ഥലമുണ്ട്. അവിടെ പാടത്തെ ഇതിനെ വളർത്തുന്നുണ്ട്. അവിടുന്ന് ഒരാൾ സ്ഥിരം കൊണ്ട് കൊടുക്കണം. 40 മുട്ട ഇന്ന് എത്തിക്കും. അപ്പൊ ഇതെല്ലാം ഒറ്റക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യുമോ? ആ പുള്ളിക്കാരൻ ഒരാളെ ചെട്ടുണ്ട്. ഒരു പണിക്കാർ ഇതിനു വേണ്ടി മാത്രം? ഒരു പെണ്ണിനെ ഇതിനു വേണ്ടി മാത്രം പണിക്ക് വെച്ചിട്ടുണ്ട്. അവിടെ വീടിന്റെ ഒരു സ്ഥലത്ത് ഈ മുട്ട തൊണ്ടി വിളിച്ച് മല പോലെ കിടക്കുന്ന എൻ്റെ തൊണ്ട് വീട്ടില് ആ ഡെയിലി 800 മുട്ട എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഡെയിലി പൊട്ടിക്കണ്ടേ? കാടമുട്ട ചെറുതാണ് 6 രൂപ. കരിങ്കോഴിനെ ചോദിക്കും വേണമെന്ന്. അത് തൊണ്ടിരിക്കേണ്ടവൻ്റെ ആൾക്കാർ ചോദിച്ചാൽ മാത്രം അപ്പം തൊണ്ടിരിഞ്ഞു കൊടുക്കും. ഇത്രയുള്ള പ്ലേറ്റ് നടത്തുള്ളവരാണ് ചമ്മന്തി അരച്ചുകൊണ്ട് വന്നത്. പിന്നെ സർവത്ത് മോരുമ്പോഴുണ്ട് മോര്. അതിലും ഈ പച്ചമുളക് അപ്പം അതിന് എരിയും. തേനിലാകുന്നൊരു മിഠായിണ്ട് 1 രൂപേനും 9. ഭയങ്കര മധുരമാണ്. അപ്പം ഇതൊക്കെ വെച്ച് 10 എണ്ണമൊക്കെ വാങ്ങിയിട്ട് ഈ 10,000 1000 ഒക്കെ കച്ചവടം ചെയ്യുന്ന കടയാണ് ആ കാണുന്നത്. കണ്ടാ പറയത്തില്ല, കണ്ട ഒരു ഒച്ച കട. പക്ഷെ ഇവരുടെയൊക്കെ ഒരു അഭിമാനമായി മാറിയൊക്കെയാണ് ഈ കടയുടെ. ഇതിപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു മുട്ട തിന്നുന്നല്ല 7 മുട്ട തിന്ന് അവന് ഒരു സർവത്ത് കുടിക്കാണ്ട് പോകത്തില്ല. അതാണ് സത്യം. അതാണിത്. അതാണ് പ്രത്യേകത. ഒരു സർവത്തിന് കുടിച്ച് അവന് തൃപ്തിയാവും. അപ്പൊ ഈ കാണുന്ന പോലെ 5 മണിയാകുമ്പോൾ തുറക്കുമെന്നാണ് ഇവർ പറഞ്ഞത്. 5 മണിയാകുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റത്തില്ല എന്നാണ്.